ദൈവവും കർത്താവുമായ യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ എല്ലാവർക്കും ഒരിക്കൽ കൂടെ G2R പ്ലാറ്റ്ഫോമിലേക്ക് വന്ദനം. പത്രോസ് എഴുതിയ 1-ാമത്തെ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 9-10 വാക്യങ്ങളെ അടിസ്ഥാനമാക്കിയാണ് പഴയ നിയമ ഇസ്രായേൽ ജനവും പുതിയ നിയമ വാഗ്ദത്ത സന്തതിയും അഥവാ പഴയ നിയമത്തിലെ ലേവ്യ പൗരോഹിത്യത്തിൻ്റെ നേതൃത്വത്തിൽ ശുശ്രൂഷ ചെയ്ത് ദൈവത്തെ പ്രസാദിപ്പിച്ച ദൈവജനവും പുതിയ നിയമത്തിലെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൽപ്പന പ്രമാണിച്ച് ജീവിക്കുന്ന രാജകീയ പുരോഹിതവർഗവും തമ്മിലുള്ള വ്യത്യാസവും താരതമ്യവും പഠിക്കുന്നത്. ഇസ്രായേൽ ജനങ്ങളുടെ പുരോഹിതന്മാരിൽ ആദ്യ മഹാപുരോഹിതൻ അഹരോനായിരുന്നു. അതിനുശേഷം മരണം മൂലമായി മാറ്റപ്പെടുകയും സ്ഥാനം ലഭിക്കുകയും ചെയ്ത പുരോഹിതന്മാർ എത്രയോ പേരാണ്, വിശേഷാൽ മഹാപുരോഹിതന്മാർ. എന്നാൽ നമുക്കാകട്ടെ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു എന്ന ഏകം ശ്രേഷ്ഠ മഹാപുരോഹിതൻ മാത്രമേ ഉള്ളൂ. അവർ മരുഭൂമിയിൽ പാർത്തിരുന്ന സമയത്തിൽ ആദ്യമായി സീനായി മരുഭൂമിയിൽ ഏകദേശം 2 സംവത്സരങ്ങൾ ദൈവം അവർക്ക് ചെയ്ത അനുഗ്രഹങ്ങളെക്കുറിച്ചാണ് കഴിഞ്ഞ ലക്കത്തിൽ നാം വിചിന്തനം ചെയ്തത്. ഇസ്രായേൽ ജനവും മരുഭൂമി വാസവും. ഇവിടെ നാം വിചിന്തനം ചെയ്യുന്നത് സീൻ മരുഭൂമിയിൽ അവർ പാർത്തിരുന്ന 2 വർഷങ്ങൾക്കുള്ളിൽ അവരെന്തെല്ലാം ദൈവത്തിൽ നിന്ന് പ്രാപിച്ചു, ദൈവം അവർക്ക് എന്തെല്ലാം കൊടുത്തു, അതിനു പകരമായി ദൈവത്തിന് അവരെന്തെല്ലാം ശുശ്രൂഷയുള്ള ബന്ധത്തിൽ ചെയ്തു എന്നുള്ള വിഷയമാണ്. ഒന്നാമത്, യഹോവയാം ദൈവത്തിൻ്റെ മേഘതമസിലെ പ്രത്യക്ഷത അവർക്കുണ്ടായി. അതിൻ്റെ ലക്ഷ്യം, അപ്പോൾ അവർക്ക് പ്രാപിക്കുവാൻ സാധിച്ച ഏറ്റവും വലിയ അനുഗ്രഹത്തിലൊന്ന് സീനായി മലയുടെ മുകളിൽ മോശെ ഏകനായി കയറിപ്പോയപ്പോൾ മേഘതമസിൽ ദൈവം അവർക്ക് പ്രത്യക്ഷപ്പെട്ടു എന്നുള്ളതാണ്. നാമും ദൈവത്തിൻ്റെ ഒരു പ്രത്യക്ഷതയ്ക്ക് വേണ്ടി കാത്തിരിക്കുകയല്ലേ? ഒരു ദിവസം അവൻ പ്രത്യക്ഷനാകും എന്നുള്ളത് സത്യം. അതിൽ ലഭിച്ച 2 അനുഗ്രഹങ്ങൾ. മോശയോട് ദൈവം സംസാരിക്കുമ്പോൾ അത് ജനം കേൾക്കണം, അവർ അത് കേട്ടു. അതുവരെ ദൈവശബ്ദം അവർ കേട്ടിട്ടില്ല. എന്നാൽ അതിന് ചില മാസങ്ങൾക്കോ വർഷങ്ങൾക്കോ മുൻപോ ദൈവം തൻ്റെ ദാസനായ മോശയോട് അമ്മാവിയപ്പനായ യിത്രോയുടെ ആടുകളെ മേയിച്ചുകൊണ്ട് ഹോരേബ് മരുഭൂമിയിൽ വന്നപ്പോൾ സംസാരിച്ചു. അബ്രഹാമിനോടും ഇസഹാക്കിനോടും യാക്കോബിനോടും ദൈവം സംസാരിച്ചു, അവർ അത് കേട്ടു. എന്നാൽ പിൻവന്ന തലമുറകൾ ദൈവശബ്ദം കേൾക്കുന്നത് സീനായി മരുഭൂമിയിൽ വന്നപ്പോഴാണ്. നാമും ദൈവവചനത്തിൽ കൂടെ ദൈവശബ്ദം കേൾക്കുന്നുവെങ്കിൽ അക്ഷരം പ്രതി താമസിയാതെ രാജകീയ പുരോഹിതവർഗം ശബ്ദം കേൾക്കും. ആ കേൾക്കുന്നവർ ജീവിക്കും. അതിനെക്കുറിച്ചാണ് യോഹന്നാൻ തൻ്റെ സുവിശേഷത്തിൻ്റെ 5-ാം അധ്യായത്തിൽ എഴുതിയത്. മനുഷ്യപുത്രൻ വരുമ്പോൾ അവൻ്റെ ആടുകൾ അവൻ്റെ ശബ്ദം കേൾക്കും. അന്ന് അവൻ്റെ ശബ്ദം കേട്ടത് ആരുടെ ശബ്ദമാണെന്ന് തിരിച്ചറിയണമെങ്കിൽ ഇന്ന് മാർമികമായ ദൈവശബ്ദം ദൈവവചനത്തിൽ കൂടെ നാം കേട്ട് പരിചയവും പഴക്കവും തഴക്കവും ഉണ്ടായിരിക്കണം. 2, അവർ അത് എന്നേക്കും വിശ്വസിക്കുകയും ആചരിക്കുകയും ചെയ്യണം. മാറ്റമില്ലാതെ, അമെൻമെൻ്റ് ഇല്ലാതെ വിശ്വസിക്കുകയും ആചരിക്കുകയും ചെയ്യണം. പുറപ്പാട് പുസ്തകം 19-ാം അധ്യായം 9-ാമത്തെ വാക്യം. അവർക്ക് ദൈവത്തോടും ദൈവത്തിന് തൻ്റെ ജനത്തോടും പ്രാപിപ്പാനും കൊടുക്കുവാനുമുള്ള 2-ാമത്തെ കാര്യം വിശുദ്ധിയുടെയും വേർപാടിൻ്റെയും ഉപദേശ ലഭ്യത. പുറപ്പാട് പുസ്തകം 19-ാം അധ്യായം 10 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ. നിങ്ങൾ പാർക്കുവാൻ ചെല്ലുന്ന ദേശത്ത് ഉള്ള ജാതികളുടെ നടപ്പ് കണ്ട് നടക്കരുത്, അവരുടെ പ്രവൃത്തികൾ നിങ്ങൾ ചെയ്യരുത്, അവരുടെ ദേവീദേവന്മാരെ നിങ്ങൾ ആരാധിക്കരുത്. വേർപാടിൻ്റെ ഉപദേശം. അതുതന്നെയല്ലേ വിശുദ്ധ പത്രോസ് 11 പേരോടുകൂടെ എഴുന്നേറ്റ് നിന്ന് അപ്പസ്തലപ്രവൃത്തി 2-ാം അധ്യായത്തിൽ കൂടി വന്നിരുന്ന ജനത്തോട് പ്രബോധിപ്പിച്ചത്? എത്രായിരം പേരവിടെ കൂടി. അതിൽ വചനം കേട്ടവർ 3000 പേർ. ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് എല്ലാവരും ചോദിച്ചപ്പോൾ പറഞ്ഞു, ഈ വക്രതയുള്ള തലമുറയുടെ നടുവിൽ നിന്ന് രക്ഷിക്കപ്പെടുവീൻ, വേർപെടുവീൻ. ആ ദൂത് കേട്ട ആയിരക്കണക്കിന് ആളുകളുടെ നടുവിൽ ഒരു ചുരുങ്ങിയ ജനം മാത്രം 3000, ബാക്കി എല്ലാവരും പോയി. അത് തന്നെയല്ലേ ഇന്നത്തെ ആത്മീയകോളത്തിലും
അക്ഷരീയമായി നടക്കുന്നത് ദൈവവചനത്തിൽ കാണുന്ന വേർപാടിന്റെ ഉപദേശം കേൾക്കുമ്പോൾ അതിനോടൊത്തുചേർന്ന് പോകുവാൻ താല്പര്യമുള്ള ആളുകൾ കുറവാണ്. വിളിക്കപ്പെട്ടവർ അനേകർ, തിരഞ്ഞെടുക്കപ്പെട്ടവർ ചുരുക്കം. രാജകീയ പുരോഹിതവർഗം ആര് വരുന്നുവോ ഇല്ലയോ എന്നുള്ളതല്ല. പത്രോസ് ആരെങ്കിലും വരുമെന്ന ആഗ്രഹത്തിലല്ല എഴുന്നേറ്റ് നിന്ന് പ്രസംഗിച്ചതും അവിടെ വന്നതും. ദൈവദാസീദാസന്മാരും അങ്ങനെ തന്നെ. ആര് വരണം എന്നുള്ളത് ആഗ്രഹിച്ചോ അല്ലെങ്കിൽ കണക്ക് കൂട്ടിയോ പോകേണ്ട. ആരെങ്കിലും വരുവാനുള്ളവരുണ്ടെങ്കിൽ ദൈവം അവരെ കൂട്ടിച്ചേർക്കും. നാലാമത്, യഹോവ പണിഞ്ഞതും തന്റെ വിരൽ കൊണ്ട് എഴുതിയതുമായ 2 കൽപ്പലകകളുടെയും ലഭ്യത. ദൈവത്തിന് സ്തോത്രം. ചെറിയ കാര്യമല്ല. ദൈവത്തിന്റെ കൈവിരലുകളാൽ എഴുതി ദൈവം പണിഞ്ഞ 2 കൽപ്പലകകൾ, അകത്തും പുറത്തും 10 കൽപ്പനകൾ എഴുതിയത് അവർക്ക് ലഭിച്ചു. പുറപ്പാട് പുസ്തകം 24-ാം അധ്യായത്തിന്റെ 12, 31-ാം അധ്യായത്തിന്റെ 18, 32-ാം അധ്യായത്തിന്റെ 5 എന്നീ വാക്യങ്ങൾ നോക്കുക. എന്താണ് ഇതിനെ കാണിക്കുന്നതെന്ന് യിരെമ്യാ പ്രവചനത്തിൽ എഴുതിയിട്ടുണ്ട്. ഞാൻ ഇനിയും ഈ ലോകജനത്തെ സന്ദർശിക്കുമ്പോൾ സന്ദർശിക്കപ്പെടുന്നവർക്ക് ഒരു പുതിയ ഹൃദയം കൊടുക്കും. അവിടെ ഞാൻ എൻ്റെ വിരലുകൾ കൊണ്ട് അവരുടെ ഹൃദയത്തിൽ എൻ്റെ വചനം എഴുതും. വാത്സല്യമിത്രങ്ങൾ, ഒരു കാര്യം ശ്രദ്ധിക്കണം. ഒരു കാലത്ത് നമ്മൾ ക്രിസ്തുവിനെ കൂടാതെയുള്ളവർ, വാഗ്ദത്തത്തിന് അന്യർ, പരദേശികൾ, ഇന്ന് ദൈവത്തിന്റെ സ്വന്തം ജനം, എന്തിനധികം അല്പം കൂടി കടത്തി പറഞ്ഞാൽ രാജകീയ പുരോഹിതവർഗം. പഴയ നിയമത്തിലെ പുരോഹിതന്മാർ യഹോവയുടെ ന്യായപ്രമാണം മനഃപ്പാഠം പഠിക്കുന്ന പ്രായമായിരുന്നു 8-ാമത്തെ വയസ്സ് മുതൽ 12 വയസ്സ് വരെയുള്ള കാലങ്ങൾ. മരണം വരെ അവ ഇടതടവില്ലാതെ വള്ളിപുള്ളി മാറ്റമില്ലാതെ ഉരുവിടുമായിരുന്നു. എങ്കിൽ പുതിയ നിയമ സഭാവിശ്വാസികൾ പഴയ നിയമത്തിലെ ന്യായപ്രമാണ പുസ്തകത്തിലുള്ളത് മാത്രമല്ല, സങ്കീർത്തനങ്ങളും പ്രവചനങ്ങളും പുതിയ നിയമത്തിലെ 27 പുസ്തകങ്ങളിൽ കാണുന്ന ധാരാളം വചനങ്ങളും ഓർത്തിരിക്കുന്നത് ദൈവം തൻ്റെ വിരലുകളാൽ നമ്മുടെ ഹൃദയം എന്ന ഭിത്തിയിൽ എഴുതി വച്ചിരിക്കുന്നത് കൊണ്ടാണ്. 5-ാമത്, കൂടാരം പണിയുന്നതിനാവശ്യമായ വഴിപാടുകൾ ശേഖരിക്കുന്നതിനുള്ള മാർഗരേഖ ദൈവം കൊടുത്തു. ഇന്നതു മതി, ഇന്നതു വേണ്ട. അതിൽ പൊന്ന്, വെള്ളി, താമ്രം മുതലായ ലോഹങ്ങളും ഖദിരമരം എന്ന വൃക്ഷവും, തേക്കുതടിയും വീട്ടിത്തടിയും ഒന്നും വേണ്ട, വില കൂടിയതും വില കുറഞ്ഞതും വേണ്ട, അത് തന്നെ കൊണ്ടുവരണം. ചുവപ്പുനൂൽ, വെള്ളനൂൽ, പിരിച്ച പഞ്ഞിനൂൽ, നീലനൂൽ എന്നിവ, ഇഷ്ടമുള്ള കളറുള്ള നൂല് കൊണ്ടുവരണ്ട. തഹശുതോൽ, അതെന്താകുന്നുവെന്ന് മരുഭൂമിയിൽ രാത്രികാലങ്ങളിൽ മാളങ്ങളിൽ നിറങ്ങി വരുന്ന ജീവനുള്ള ഇരയെ പിടിച്ചതിന് നായ്ക്ക് തുല്യമായ ഒരു ജീവിയാണ് അത്. മനുഷ്യന്റെ സാന്നിധ്യം കണ്ടാൽ ഓടി ഒളിക്കും. പ്രത്യേകിച്ചു പിടിച്ചാൽ ഒരു ദുർഗന്ധം പുറപ്പെടുവിക്കും. അതിൻ്റെ തോൽ കൊണ്ടുവരണം. അതിനൊക്കെ ചില ആത്മീയ മർമ്മങ്ങൾ ഉണ്ട്. അവയ്ക്ക് വേണ്ടി ഇപ്പോൾ നമ്മൾ പോകുന്നില്ല. ദൈവത്തിന്റെ കൂടാരം പണിയുന്നതിനാവശ്യമായ സാധന സാമഗ്രികളുടെ ശേഖരണം. പുറപ്പാട് പുസ്തകം 25-ാം അധ്യായം 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ. ഈ സാധനങ്ങൾ ഒന്നും പൊന്നാകട്ടെ, വെള്ളിയാകട്ടെ, താമ്രമാകട്ടെ, നീലനൂൽ, ചുവപ്പുനൂൽ, പിരിച്ച പഞ്ഞിനൂൽ, വെള്ളനൂൽ, ഈ ഖദിരമരങ്ങൾ ഒന്നും മിസ്രയീമിൽ നിന്ന് തലച്ചുമടായോ പാത്രത്തിൽ ശേഖരിച്ചോ കൊണ്ടുവന്നതല്ല. അവർ 400 വർഷത്തിൽ 300 വർഷം അടിമകളായി പാർത്തുനിന്ന് ലഭിക്കേണ്ട ശമ്പളം ലഭിക്കായികയാൽ കൂലി പിടിച്ചു വെച്ച ധനികന്മാരുടെ ഹൃദയങ്ങളിൽ ദൈവം പ്രവർത്തിച്ച് മരുഭൂമിയിൽ ആരാധിപ്പാൻ പോകുന്ന സ്ത്രീകളെ കൊണ്ട് യജമാനത്തിമാരോട് ചോദിച്ച് അവരുടെ ഹൃദയത്തിൽ താല്പര്യം തോന്നിക്കൊടുത്ത ദാനവും സമ്മാനവുമാണ് സ്വർണവും വെള്ളിയും ഉപകരണങ്ങൾ. ഇതിന് തുല്യമല്ലേ ശുശ്രൂഷകളിൽ ഇറങ്ങിത്തിരിച്ചിരുന്ന വ്യക്തികളുടെ കയ്യിൽ ഇപ്പോഴുള്ള പണവും ധനശേഖരണവും? ആരും ജനിച്ചപ്പോൾ കൊണ്ടുവന്നതല്ലല്ലോ. ഇത് മുഴുവൻ ദൈവം കൊടുത്ത ദാനമാണ്. രത്നക്കല്ലുകൾ എവിടെ നിന്ന് കിട്ടി? ചെങ്കടലിന്റെ ആഴത്തിൽ മറഞ്ഞുകിടന്ന രത്നച്ചിപ്പികളുടെ മുകളിൽ കൂടെ നടന്നു പോയപ്പോൾ അവർ പെറുക്കിയെടുത്ത രത്നക്കല്ലുകളാണത്, ചിപ്പികളാണത്. ആ ഉണക്ക ഭൂമിയിൽ കിടന്ന ആ രത്നക്കല്ലുകളിന്മേൽ സൂര്യൻ മുകളിൽ നിന്ന് അടിച്ചപ്പോൾ പ്രതിബിംബിച്ച ആ സൂര്യകിരണങ്ങൾ കണ്ടിട്ടാണ് ഇത് നീലരത്നമോ വൈഡൂര്യമോ മാണിക്യമോ മരതകമോ എന്ന് ചിന്തിക്കാതെ വാരിപ്പെറുക്കി കൂട്ടിയത്. കയ്യിലുള്ളതെല്ലാം അവർ കൊടുത്തു.
സമാഗമന കൂടാരത്തിന് ആവശ്യമായ മാർഗനിർദ്ദേശങ്ങൾ 25-ാം അധ്യായം 10 മുതൽ 40, 27-ന്റെ 1 മുതൽ 8, 28-ന്റെ 3 മുതൽ 36 മുതൽ 38, 30-ാം അധ്യായം 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ. അവർ പണിഞ്ഞപ്പോൾ പണി തീർത്ത ശേഷം ബാക്കി ശേഷിക്കത്തക്കവണ്ണം ഉണ്ടായിരുന്നു. തൊടുവിച്ചുള്ള കാര്യങ്ങളല്ല, ബാക്കി വരത്തക്കവണ്ണം. ദൈവത്തിന്റെ പ്രവൃത്തിയെല്ലാം അങ്ങനെയാണ്. അവർ തിന്ന് തൃപ്തരായ ശേഷം ബാക്കി ശേഷിക്കുന്നത് കൊട്ടകൾ കണക്കിന് നിറച്ചെടുത്തു എന്നല്ലേ എഴുതിയിരിക്കുന്നത്. നിങ്ങളുടെ ആവശ്യങ്ങൾ മുഴുവൻ തന്റെ ധനത്തിന് മഹത്വത്തിനനുസരിച്ച് തരുമെന്നല്ലേ എഴുതിയിരിക്കുന്നത്. അടുത്തത്, കൂടാരം പണിയുന്നതിന് ആവശ്യമായി വഴിപാടുകൾ ശേഖരിക്കുന്ന മാർഗങ്ങൾ മാത്രമല്ല, എല്ലാം ദൈവം കൊടുത്തു. 7-ാമത്, സമാഗമന കൂടാരത്തിലെ തിരശീല, അതിനാവശ്യമായ സാധന സാമഗ്രികൾ, ആദിയായവയുടെ അളവ്, നിറങ്ങൾ, അതിന്റെ ഘനം, വീതി ആദിയായ സകല വിഷയങ്ങളുടെയും മാർഗനിർദ്ദേശം. അവ എങ്ങനെയുള്ളതായിരിക്കണം? അളവ് കൂട്ടരുത്, അളവ് കുറയ്ക്കരുത്, കിട്ടാത്തത് കൊണ്ട് അത് ചേർത്തില്ല എന്ന് പറഞ്ഞ് ഒഴിവുകൾ പറയരുത്. അത് കൊണ്ടുവന്നേ മതിയാകുള്ളൂ. അതിനുള്ള മുഖാന്തരങ്ങൾ ദൈവം കൊടുത്തിട്ടുണ്ട്. നമ്മുടെ കഴിവനുസരിച്ചുള്ള കാര്യങ്ങൾ മാത്രമേ ദൈവം നമ്മളോട് പറയുന്നുള്ളൂ. കഴിയാത്ത കാര്യങ്ങളൊന്നും ദൈവം പറയുന്നതല്ല. നിങ്ങളുടെ കയ്യിലുള്ളതിന്റെ അടുക്കൽ കൊണ്ടുവരുവേ. കയ്യിലുള്ളത് കൊടുത്താൽ മതി. പുറപ്പാട് 26-ാം അധ്യായത്തിന്റെ 1 മുതൽ 37 വരെയുള്ള വാക്യങ്ങൾ. 8-ാമത്, മഹാപുരോഹിതന്റെ വസ്ത്രം, അഭിഷേകം, അഭിഷേക തൈലം ആദിയായവയുടെ കൽപ്പനകൾ. ആര് മഹാപുരോഹിതനാകണം, ആര് പുരോഹിതനാകണം, അത് ദൈവമാണ് തീരുമാനിക്കുന്നത്. ദൈവത്താൽ നിയോഗിക്കപ്പെട്ടവർ അല്ലാതെ ഈ മഹത്വകരമായ ശുശ്രൂഷ ആരും സ്വമനസാൽ സ്വന്തമായി എടുക്കരുത് എന്നും തിരുവചനത്തിൽ എഴുതിയിരിക്കുന്നു. ഉപദേഷ്ടാക്കന്മാരാകുവാൻ ആരും വ്യഗ്രത കാണിച്ച് ഇറങ്ങരുത്. ദൈവം തീരുമാനിച്ചവർ ഇറങ്ങാതിരിക്കുകയും ചെയ്യരുത് എന്ന് പുതിയ നിയമ രാജകീയ പുരോഹിതവർഗത്തിൽപ്പെട്ടവരോട് ദൈവവചനം പഠിപ്പിക്കുന്നു. പുറപ്പാട് 28-ാം അധ്യായത്തിന്റെ 1 മുതൽ 29-ാം അധ്യായത്തിന്റെ 46 വരെയുള്ള സുദീർഘമായ വേദഭാഗമാണ് അത്. പുരോഹിതന്റെ വസ്ത്രം, മഹാപുരോഹിതന്റെ വസ്ത്രം, അവരുടെ മക്കളുടെ വസ്ത്രം, അവരുടെ അഭിഷേകം ആദിയായവയുടെ കൽപ്പനകൾ. അഭിഷേകതൈലം തലയിൽ ഒഴിച്ചാൽ മഹാപുരോഹിതന്റെ ദാടിയിൽ കൂടി അത് പാദം വരെ കിടക്കണം. അതാണ് അഭിഷേകം എന്ന് പറയുന്നത്. അടിമുടി ഒരുപോലെ പഞ്ചേന്ദ്രിയങ്ങൾ മുഴുവൻ അഭിഷേകം പ്രാപിച്ചതായിരിക്കണമെങ്കിൽ രാജകീയ പുരോഹിത വർഗത്തിന്റെ ഘ്രാണശക്തി, ശ്രവണശക്തി, വാച്യശക്തി എല്ലാം അഭിഷേകം ചെയ്യപ്പെട്ടതായിരിക്കണം. അവന്റെ വാക്കുകൾ ഉപ്പിനാൽ രുചി വരുത്തുന്നതും ആമേൻ കൃപയോടുകൂടിയതും ആയിരിക്കണം. അവൻ കേൾക്കേണ്ടത് മാത്രമേ കേൾക്കാവൂ, മണക്കേണ്ടത് മാത്രമേ മണക്കാവൂ. അരുതാത്തതൊന്നും പുതിയ നിയമ രാജകീയ പുരോഹിത വർഗത്തിന്റെ കൈകളിലും അവന്റെ ജീവിതത്തിലും പ്രവേശിക്കരുത്. അവന്റെ കൈകൾക്ക് അജിതേന്ദ്രിയമല്ല, ജിതേന്ദ്രിയമാണ് വേണ്ടത്. കൈപൊക്കി ആരെയും അടിക്കരുത്. അതുകൊണ്ടാണ് പൗലോസ് വളരെ വ്യക്തമായി പറഞ്ഞു, വേഗത്തിൽ ആരുടെയും മേൽ കൈവെക്കരുതെന്ന് പറയുന്ന അഭിഷേകത്തിന് വേണ്ടി മാത്രമല്ല. ഇന്നത്തെ ആത്മീയഗോളത്തിൽ അടിപിടി നടത്തുന്ന എത്രയോ വ്യക്തികൾ ഉന്നതന്മാരായിരിക്കുന്നവരുണ്ട്. അതിനുവേണ്ടി മേലാളന്മാരെ വാടകയ്ക്കെടുത്ത് പാനൽ പ്രവർത്തനം നടത്തുന്നവരില്ലേ? ഇതെല്ലാം ബുദ്ധി ഉപദേശം. 8-ാമത്, ജനസംഖ്യ എടുക്കുമ്പോൾ പാലിക്കേണ്ട നിയമം. അപ്പനായാലും മകനായാലും ഒരേ നിയമം. ധനികന് കൂടുതലും ധനം കുറഞ്ഞവന് കുറച്ചും ആലയത്തിന്റെ ഉള്ളിൽ വരുമ്പോൾ വേണ്ട. കോടിക്കണക്കിനുള്ളവൻ പ്രാമുഖ്യനും ഒന്നുമില്ലാത്തവൻ പുറംപറമ്പിൽ നിൽക്കുന്നത് പോലെയും ദൈവവചനത്തിൽ പുതിയ നിയമത്തിൽ വേണ്ട. എല്ലാവരും തുല്യമായ വീണ്ടെടുപ്പ് വിലയാണ് കൊടുക്കേണ്ടത്. 1/2 ശേക്കൽ അഥവാ 5 ഗ്രാം വെള്ളി. പുറപ്പാട് പുസ്തകം 30-ാം അധ്യായത്തിന്റെ 11 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ. 9-ാമത്തെ വിഷയം, അഭിഷേക തൈല നിർമ്മിതിയും അതിന്റെ നിയമവും. പുറപ്പാട് പുസ്തകം 30-ാം അധ്യായത്തിന്റെ 22 മുതൽ 30 വരെ. അതിന് തുല്യമായി ആരെങ്കിലും ഉണ്ടാക്കുന്നവൻ കല്ലെറിഞ്ഞു കൊല്ലപ്പെടണം. ദൈവം പറഞ്ഞ നിയമത്തെ മീറരുത് എന്ന് പറഞ്ഞാൽ അതിർ കടക്കരുത്. അതുകൊണ്ടല്ലേ വിശുദ്ധ പൗലോസ് കൊലോസ്യർക്ക് എഴുതിയ ലേഖനത്തിൽ എഴുതിയത്, അതിർ കടന്നു പോകുന്ന ഉപദേശം ആരും കൊണ്ടുപോകരുത്. ദൈവത്തിന്റെ ഉപദേശം വളരെ മൃദുവാണ്. മത്തായി എഴുതിയ സുവിശേഷം 11:29. നാം എത്ര ഭാഗ്യവാന്മാരാണ്. പഴയ നിയമത്തിലേതുപോലെ സുഗന്ധവർഗം ഉണ്ടാകുന്നതിനുള്ള സാധനങ്ങൾ
ശേഖരിക്കേണ്ടതിനു വേണ്ടി അറബി മരുഭൂമിയിലും സമുദ്രത്തിന്റെ ആഴത്തിലും വനാന്തരങ്ങളിലും ഒക്കെ പോകേണ്ടി വരുമായിരുന്നുവെങ്കിൽ എത്ര പേർ ഓർഡിനേഷൻ പ്രാപിക്കുമായിരുന്നു? ഓർഡിനേഷൻ പ്രാപിക്കേണ്ടത് ദൈവ സന്നിധിയിൽ ഉപവസിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ദൈവാത്മാവ് പ്രേരണ കൊടുക്കുന്നവർ മാത്രമാണ്, പ്രേരണ ലഭിക്കുന്നവർ മാത്രമാണ്. ദൈവം ആക്കി വെക്കുന്നവരാണ് കൈവച്ചയക്കേണ്ടത്. അതിന് സെൻട്രൽ കമ്മിറ്റിയും സ്റ്റേറ്റ് കമ്മിറ്റിയും ഒന്നും വേണ്ട. ഏത് സഭയിൽ അവർ പ്രാർത്ഥിച്ച് ഉപവസിച്ചുകൊണ്ടിരിക്കുന്നു അവിടെ ദൈവാത്മാവ് പ്രവർത്തിക്കും. ആരെ പറയുന്നുവോ അവരെ ആക്കണം. പ്രവൃത്തിയുടെ പുസ്തകം 13-ാം അധ്യായം 1-3 വരെ 4 വരെയുള്ള വാക്യങ്ങളിൽ അപ്പസ്തലനായ പൗലോസിന് ഈ അത്യുത്തമ ശുശ്രൂഷ ചെയ്യേണ്ടതിനു വേണ്ടി, ഓർഡിനേഷൻ കൊടുക്കേണ്ടതിനു വേണ്ടി, കൈവപ്പ് കൊടുക്കേണ്ടതിനു വേണ്ടി ആരാണ് യോഗ്യനെന്ന് ചോദിച്ചിരുന്നുവെങ്കിൽ നിശ്ചയമായും സംശയിക്കേണ്ട പത്രോസ് തന്നെ വരണമായിരുന്നു. പത്രോസ് ഓർഡിനേഷൻ കൊടുക്കാത്ത പൗലോസിനെ പത്രോസ് സ്വീകരിക്കുകയില്ലായിരുന്നു. എന്നാൽ അതിനു വേണ്ടി, ഓർഡിനേഷന് വേണ്ടി, കൈവപ്പിനു വേണ്ടി തീരുമാനിച്ച ലോക്കൽ സഭയിൽ കൂടിയിരുന്നവർ മാത്രമാണ്. അതും ഇന്നത്തെ രാജകീയ പുരോഹിത വർഗത്തിന് ഒരു ബുദ്ധിയുപദേശം. ഓർഡിനേഷൻ ഉന്നതനായ വ്യക്തി തലയിൽ കൈവയ്ക്കുന്നത് കൊണ്ട് ഒരു കാര്യവും പ്രാപിക്കുന്നില്ല. എന്നാൽ വിശുദ്ധ പൗലോസ് പറഞ്ഞൊരു കാര്യമുണ്ട്, മൂപ്പന്മാരുടെ കൈവപ്പിനാൽ നിനക്ക് ലഭിച്ച കൃപാവരത്തെ നീ ജ്വലിപ്പിക്കണം. ഇന്നത്തെ ഓർഡിനേഷൻ കൊടുക്കുന്നവർക്ക് എന്താ കൃപാവരങ്ങൾ ഉള്ളത്? അവരുടെ കൃപാവരം ജ്വലിപ്പിക്കുകയാകുന്നുവെങ്കിൽ ഇന്നത്തെ ആത്മീയ ഗോളത്തിൽ എന്തെല്ലാം അടിപിടിയും വഴക്കും കലഹവും ഒക്കെ നടക്കും. പ്രിയരെ, കൈവപ്പിനുള്ള ഉപദേശം വിശുദ്ധ വേദപുസ്തകത്തിൽ ഇന്നുള്ളതല്ല. 10ാമത് സുഗന്ധവർഗ നിർമ്മിതിയുടെ ഉപദേശം. പുറപ്പാട് പുസ്തകം 30-ാം അധ്യായത്തിന്റെ 34 മുതൽ 38 വരെയുള്ള വാക്യങ്ങൾ. ആരാധനയിൽ സുഗന്ധം പുറപ്പെടണം. പൗലോസ് എഴുതി, കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനത്തിൽ, ജീവനുള്ളവരുടെയും 3-ാമത്തെ അധ്യായമാണ്, മരിച്ചവരുടെയും നടുവിൽ ഞങ്ങൾ ദൈവത്തിന് സുഗ്രാഹീകരമായി സുഗന്ധം പരത്തുന്നവരാണ്, ദുർഗന്ധം പരത്തുന്നവർ അല്ല. ഒരു ശുശ്രൂഷകൻ പുതിയ നിയമത്തിലെ രാജകീയ പുരോഹിത വർഗത്തിൽപ്പെട്ട ഒരുവൻ എവിടെ പാർക്കുന്നു, എവിടെ ജീവിക്കുന്നു, അവിടെ ദൈവിക സുഗന്ധം പരത്തുന്നതല്ലാതെ കോടതികളിലും പോലീസ് സ്റ്റേഷനിലും വഴിയോരത്തിലും വഴിയിലും നിന്നുകൊണ്ട് ദൈവനാമത്തിന്റെ മഹത്വത്തിന് ദോഷകരമായ ദുർഗന്ധം പുറപ്പെടുവിക്കുന്നവർ ആകരുത്. രാത്രിയിലും പകലും വേലി പൊക്കുകയും ചാട്ടം നടത്തുകയും ചെയ്യുന്ന ദുർഗന്ധം ആത്മീയകോളത്തിലെ രാജകീയ പുരോഹിത വർഗത്തിന് വേണ്ട. അത് നമുക്ക് യോജിച്ചതല്ല. അങ്ങനെയുള്ളവർ ദൈവത്താൽ വേർതിരിക്കപ്പെട്ട സുഗന്ധവർഗത്തിന്റെ ഉപദേഷ്ടാക്കന്മാർ അല്ല. 11ാമത് യഹോവയുടെ ആലയം പണിയുന്നതിന് നേതൃത്വം കൊടുക്കുന്ന വ്യക്തികളെ ദൈവം പേർ വിളിച്ചാക്കി. 31-ാം അധ്യായം 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ. ദൈവം പേർ വിളിക്കുന്നവർ അല്ലാതെ ശുശ്രൂഷയ്ക്ക് നേതൃത്വം കൊടുക്കുവാൻ ആരും വരരുത്. അപ്പന്റെ ശുശ്രൂഷ മക്കൾ ഏറ്റെടുക്കുന്നത് ചെയ്യുന്നത് തെറ്റാണെന്നോ വചനവിരുദ്ധമാണെന്നോ അല്ല. അപ്പനെ വിളിച്ച ദൈവം മകനെയും, മകനെ വിളിച്ച ദൈവം തന്നെ കൊച്ചുമകനെയും വിളിച്ച് ആക്കണം. അപ്പൻ ചെയ്യുന്നത് കണ്ട് ചിറങ്ങി ശുശ്രൂഷിക്കുന്ന ഒത്തിരി മക്കളന്മാരുണ്ട് കേട്ടോ. അത് ദൈവവചനത്തിൽ ഉള്ളതല്ല. പുറപ്പാട് പുസ്തകം 31-ന്റെ 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ വായിച്ചു നോക്കിയാൽ 2 പേരുടെ പേരുകൾ അവിടെ എഴുതിയിട്ടുണ്ട്, വലിയ ഗോത്രക്കാരനും ചെറിയ ഗോത്രക്കാരനും. 12ാമത് പാളയത്തിൽ വിഗ്രഹ നിർമ്മാണം, വിഗ്രഹാരാധന, അതിന്റെ തൽഫലമായി ഉണ്ടായ ശിക്ഷ, നിയമിക്കപ്പെട്ട കൽപ്പനകളുടെ ഉടയ്ക്കൽ, വിഗ്രഹാരാധികളുടെ ശിക്ഷ. 3000 പേരാണ് വീണുപോയത്. പുറപ്പാട് പുസ്തകം 3-ാം അധ്യായം 20 മുതൽ 28 വരെയുള്ള വാക്യങ്ങൾ. എന്നാൽ പുതിയ നിയമത്തിലാകട്ടെ രാജകീയ പുരോഹിത വർഗം വിഗ്രഹങ്ങളെ വിട്ട് ദൈവത്തെങ്കിലേക്ക് തിരിഞ്ഞ് ഒറ്റ ദിവസം വന്നത് 3000 പേർ. പഴയ നിയമത്തിൽ 3000 പേർ നശിച്ചപ്പോൾ പുതിയ നിയമത്തിൽ രാജകീയ പുരോഹിത വർഗത്തിന്റെ ശുശ്രൂഷയിൽ 3000 പേർ ദൈവകൃപയിൽ വന്നു. ഇതെല്ലാം മരുഭൂമിയിൽ നടന്ന സംഭവങ്ങൾ. റോമർക്കെഴുതിയ ലേഖനം 15-ാം അധ്യായം 4-ാമത്തെ വാക്യത്തിൽ കാണുന്നത് പോലെ പുതിയ നിയമ രാജകീയ പുരോഹിത വർഗത്തിന് ഒരു ബുദ്ധിയുപദേശം. കർത്താവേ, വചനത്തിൽ കാണുന്നത് പോലെ ഞങ്ങൾ ഈ ആത്മീയ മരുഭൂമിയിൽ പാർത്തുകൊണ്ട് ദൈവിക വ്യവസ്ഥ അനുസരിച്ച് ദൈവിക അനുഗ്രഹങ്ങൾ പ്രാപിച്ച് കർത്താവിന് വേണ്ടി ശുശ്രൂഷിപ്പാൻ സഹായിക്കണം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ.